നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നോക്കാം. ഈ 4 ഓപ്ഷൻസിൽ മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, കേരളം, ഇതിൽ തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണല്ലേ. മധ്യപ്രദേശിന് തീരദേശമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തീരദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ത്യയിൽ മൊത്തത്തിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് തീരദേശമുള്ളത്. ഏതൊക്കെയാണത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ തീരദേശമുള്ളത്. അപ്പോൾ ഈ ചോദ്യവും ഇതിനുത്തരവും നമ്മളിപ്പോൾ തന്നെ പഠിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ തീരദേശമുള്ള സംസ്ഥാനങ്ങൾ എത്ര എണ്ണ ഉള്ളത്? ഇന്ത്യയിൽ തീരദേശമുള്ളത് 9 സംസ്ഥാനങ്ങൾക്കാണ്. ഏതൊക്കെയാണത്? ഗുജറാത്ത്, ഗോവ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, കേരളം. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ തീരദേശമുള്ളത്. ഇതിൽ തീരദേശമില്ലാത്ത സംസ്ഥാനമാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻസിൽ അത് മധ്യപ്രദേശാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇതാണ്, ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് തീരദേശം ഉള്ളത്. തീരദേശം ഇല്ലാത്ത സംസ്ഥാനങ്ങളുടെ പേരുകൾ പഠിക്കുന്നതിലും എളുപ്പം തീരദേശം ഉള്ള സംസ്ഥാനങ്ങളുടെ പേര് പഠിക്കുന്നതാണ്. അങ്ങനെ ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് തീരദേശമുള്ളത്. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ. ഈ സംസ്ഥാനങ്ങൾക്കൊക്കെയാണ് തീരദേശം ഉള്ളത്. ക്ലിയർ ആയല്ലോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, നമാമി ഗംഗ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ചോദ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നോക്കാം. 2010 പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചത്. ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കലാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗംഗാ നദിയുടെ പുനരുജ്ജീവനം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ. ഇവിടെ ഒരു ഉത്തരം തെറ്റാണ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏതാണ് തെറ്റായ പ്രസ്താവന? നമാമി ഗംഗ പദ്ധതി 2014 കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് 2014. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ ഇവിടെ തെറ്റ്? 2010 അല്ലല്ലോ, 2014 അപ്പോൾ നമാമി ഗംഗ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമാമി ഗംഗ പദ്ധതി 2014 ഭാരത സർക്കാർ അംഗീകരിച്ചത്. അതോടൊപ്പം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കലാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ശരിയല്ലേ? അത് ആണ്. അപ്പോൾ 2014 പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചത്. ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായിട്ട് കുറയ്ക്കലാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഗംഗാ നദിയുടെ പുനരുജ്ജീവനം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. എന്താണ്? ഗംഗാ നദിയുടെ പുനരുജ്ജീവനം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ. എന്താണ്? ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ. അപ്പോൾ 2014 ഭാരത സർക്കാർ ഈ പദ്ധതിയെ അംഗീകരിച്ചത്. ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായിട്ട് കുറയ്ക്കലും ഗംഗാ നദിയുടെ പുനരുജ്ജീവനവുമാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏത്? എന്താണ്? ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏതാണ്? അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖലയാണല്ലേ. ഏതാണ്? അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖലയാണ് ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല. ഇതിനെ നമുക്ക് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ
ITCZ എന്താണ്? ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻറ്റ് സോൺ എന്നും പറയാം. അപ്പോൾ എന്താണ്? അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖലയാണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻറ്റ് സോൺ അല്ലെങ്കിൽ ITCZ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഭൂമധ്യരേഖാ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരമായിട്ട് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഇവ ഭൂമധ്യരേഖയ്ക്ക് സമീപം കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖലയാണ് നമ്മൾ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻറ്റ് സോൺ അല്ലെങ്കിൽ ITCZ അതും അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതോടൊപ്പം നമുക്കിവിടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ കുതിര അക്ഷാംശം എന്നൊന്ന് നോക്കിയാലോ? എന്താണ് ഈ കുതിര അക്ഷാംശം എന്നുള്ളത്? കുതിര അക്ഷാംശം എന്ന് പറയുന്നത് ഏകദേശം 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങൾക്കിടയിലുള്ള കാറ്റ് കുറഞ്ഞ പ്രദേശങ്ങളെയാണ് നമ്മൾ കുതിര അക്ഷാംശം എന്ന് വിളിക്കുന്നത്. പണ്ട് കാലത്ത് ഈ ഭാഗത്തു കൂടി യാത്ര ചെയ്യുന്ന കപ്പലുകൾക്കൊക്കെ കാറ്റില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്? കുതിരകളെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് കുതിര അക്ഷാംശം എന്ന പേര് വന്നത്. അതുപോലെ നമ്മളിവിടെ പഠിക്കേണ്ട ഒന്നാണ് അലറുന്ന 40കൾ. എന്താണ് ഈ അലറുന്ന 40കൾ എന്നൊന്ന് പഠിക്കണം അല്ലേ? ദക്ഷിണാർദ്ധഗോളത്തിലെ ശക്തമായ പശ്ചിമവാദങ്ങളെയാണ് നമ്മൾ ഈ അലറുന്ന 40കൾ അല്ലെങ്കിൽ റോറിംഗ് 40s എന്ന് വിളിക്കുന്നത്. അലറുന്ന 40കൾ അല്ലെങ്കിൽ റോറിംഗ് 40s എന്ന് വിളിക്കുന്നത് എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിലെ ശക്തമായിട്ടുള്ള പശ്ചിമവാദങ്ങളെയാണ് നമ്മൾ റോറിംഗ് 40s എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഏതാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം? ഏതാണ്? ഉത്തരം നമുക്കറിയാം അല്ലേ? അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. അപ്പോൾ എന്താണ്? അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. അങ്ങനെയാണെങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഉദയസൂര്യൻ്റെ നാട് എന്നാണ് നമ്മൾ അരുണാചൽ പ്രദേശിനെ പറയുന്നത് അല്ലേ? എന്താണ്? ഉദയസൂര്യൻ്റെ നാട് എന്നാണ് അരുണാചൽ പ്രദേശിനെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ളത് അരുണാചൽ പ്രദേശാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് അല്ലേ? ഗുജറാത്താണ് ഇന്ത്യയുടെ പടിഞ്ഞാറുള്ള സംസ്ഥാനം. പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അതുപോലെ തെക്കേ അറ്റത്ത് തമിഴ്നാടാണ്. വടക്കേ അറ്റത്ത് ഏതാണ്? വടക്കേ അറ്റത്ത് ഹിമാചൽ പ്രദേശാണ്. ജമ്മു കാശ്മീർ ഇപ്പോൾ എന്താണ്? കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് നമുക്ക് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശാണ് വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. തമിഴ്നാട് തെക്കേ അറ്റത്തുള്ള സംസ്ഥാനവും അരുണാചൽ പ്രദേശ് കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനവും ഗുജറാത്ത് പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനവുമാണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എവിടെയാ? ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഇത് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്.